താഴ്ന്ന നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണയുള്ളൂ. പണ്ടുള്ളവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നു. വർഷങ്ങളായി ഒരാശ്രമത്തിൽ ഗുരുവിനൊപ്പമായിരുന്നു ശിഷ്യൻ്റെ താമസം. പഠനമെല്ലാം പൂർത്തിയാക്കി യാത്ര പറയാനെത്തിയപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, കൂടുതൽ ഉയരങ്ങളിലെത്താൻ ഇനി ഞാൻ എന്തു ചെയ്യണം? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ശിഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. വളർന്നവർക്ക് മാത്രമേ സ്വയം ചെറുതാകാനാകൂ. സ്വയം ചെറുതാകാൻ ആവശ്യമായ വളർച്ച അവരിൽ അനുദിനം സംഭവിക്കുന്നുണ്ടാകും. ആരെങ്കിലും ശുഷ്കിച്ച് ശക്തി ക്ഷയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇടുങ്ങിയ മനസ്ഥിതിയും ഗർവവും മൂലം മനസ്സിൻ്റെ സാധ്യതകൾ മങ്ങിപ്പോയതുകൊണ്ടാണ്. ഒരറിവും ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. അറിയുന്തോറും ആഴത്തിലേക്കാണ് അറിവിൻ്റെ വേരുകൾ പോകുന്നത്. ഒരു പഠനവും ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പൂർത്തിയാകുന്നത് പാഠപുസ്തകവും പരീക്ഷയും മാത്രമാണ്. അറിവിന് അവസാനമില്ല, ആരംഭം മാത്രമേ ഉള്ളൂ. വിനയമാണ് വിജയത്തിലേക്കുള്ള വഴി. വിവരമുള്ളവരുടെ പാണ്ഡിത്യം ബഹുമാനിക്കപ്പെടും. വിനയമുള്ളവരുടെ ജീവിതം സ്നേഹിക്കപ്പെടും. അറിവില്ലെങ്കിലും ജീവിക്കാം. എന്നാൽ അനുസരണയും ഔചിത്യവുമില്ലെങ്കിൽ ജീവിതം അനാകർഷകമായിരിക്കും. വിനയവും വിധേയത്വവും ഇല്ലാത്തവർക്ക് ഒന്നും പൂർണ്ണമായി മനസ്സിലാക്കാനോ സാംശീകരിക്കാനോ സാധിക്കില്ല. സ്വന്തം വ്യാഖ്യാനങ്ങളും പദ്ധതികളുമായി മാത്രം നടക്കുന്നവരെ ആര് വിലമതിക്കാൻ? ഉയരങ്ങളിലെത്താൻ ആദ്യം താഴ്വാരമെന്തെന്ന് അറിയണം. താഴെ നിലയുറപ്പിക്കണം. താഴ്വാരമില്ലാതെ കൊടുമുടിയില്ല. സർവേശ്വരൻ സഹായിക്കട്ടെ എന്നാണ് ആ ഗുരു ശിഷ്യനു പറഞ്ഞു കൊടുത്ത ഉപദേശം. നമുക്കും ഇതൊക്കെ പാഠമാക്കാം. ജീവിതത്തിൽ നന്മയെ വരൂ.